didn't have a story at the time. But then we started, so we had to start from where we ended, obviously, because Papan and Gang has got $1 million. But unfortunately, COVID hit the world, and once the pandemic was over, normal has become boring എന്നുള്ള concept like audience എത്തി. Namaskaram to my lovely Madhuragidam viewers. Welcome to the Celebrity Spotlight on Madhuragidam. ഞാൻ RJ Durga, and today I'm so happy to be in conversation with the actor, producer, and of course the most iconic no-nonsense police officer, Sarbat Shamir. And ഈ character അവതരിപ്പിച്ച Friday Film Houseന്റെ backbone ആയ Sri Vijay Babu. Namaskaram and welcome to the show. Namaskaram. How are you? I'm good. How are you? I am good. Long time. Long time. It's really, sir. But yes, I want to know so much. I have so many questions. Starting from the fact that Aad 3 പോലത്തെ ഒരു ഫ്രാഞ്ചൈസി, റൈറ്റ്? ആൻഡ് വി ഓൾ നോ, നമുക്ക് എന്താ പറയുക, ഒരു ഐക്കോണിക് കഥ തന്നെയാണ്. നമ്മൾ ആട് 1 ഇറങ്ങിയ സമയത്ത് ടി വിയിലൂടെ ആൾക്കാർ കണ്ട് ഹിറ്റാക്കിയ ഒരു പടം. അവിടെ നിന്ന് ആട് 2 ഇറങ്ങുകയാണ്, ആൻഡ് ഇറ്റ് ബിക്കം സച്ച് എ മാസീവ് ഹിറ്റ്, ആൻഡ് ഇറ്റ് ഗോസ് ഓൺ ടു ആട് 3. സോ അറ്റ് വാട്ട് പോയിന്റ് ഡിഡ് യു ആക്ച്വലി തിങ്ക് ദാറ്റ് ദിസ് കുഡ് ബി എ ഡിഫറെന്റ്, അവിടെ നിന്ന് ഒരു തേർഡ് പാർട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് തോന്നിയത്? തേർഡ് പാർട്ട് കൊണ്ടുവരണം എന്ന് പാർട്ട് 2 കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചതാണ്. 3 ഉണ്ടാവുമെന്നും ആ വർഷം തന്നെ അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. ബട്ട് ആ സമയം അതിനൊരു സ്റ്റോറി ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. We didn't have a story at the time. But then we started, so we had to start from where we ended, obviously, because Papan and Gang has got $1 million. Yes. The dude തമിഴന്മാരെ പിടിച്ചോണ്ട് പോയി. പിന്നെ പാപ്പന്റെ വീടൊക്കെ പണയത്തിലാണ്, ട്രോഫി അവിടെ ഇരിക്കുന്നു. സാത്താൻ സേവറിന് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. കമ്മട്ടവും പോയി, പൈസയും പോയി, അങ്ങനെ പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. ആ പ്രശ്നങ്ങളിൽ നിന്ന് തുടങ്ങണം എന്ന് മാത്രം നമുക്കറിയാം. പക്ഷെ ഇത് ഏത് ലെവലിലേക്ക് കൊണ്ടുപോകണം, ഒരുപാട് തോട്ട്സ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരു 2018 തന്നെ ഞങ്ങൾ അത് അനൗൺസ് ചെയ്യുകയും ചെയ്തു, ആട് 3 വരുന്നുണ്ടെന്ന്. അത് ഒരു തോട്ട് നമുക്ക് കിട്ടിയപ്പോഴാണ് അങ്ങനെ 19 നമ്മളത് ചെയ്യാം എന്ന് പറഞ്ഞ് മമ്മൂക്കയെ കൊണ്ടുവന്ന് ലോഞ്ചൊക്കെ ചെയ്തു. പക്ഷേ unfortunately COVID hit the world, and once the pandemic was over, the problem എന്നല്ല, ഞങ്ങൾ തോന്നിയത് നോർമൽ ഹാസ് ബിക്കം ബോറിംഗ് എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് ഓഡിയൻസ് എത്തി. കാരണം the OTT culture or the OTT boom happened during the pandemic, and a normal household in Kerala also got exposed to international cinema standards, not cinema. Not only international cinema, all languages. I mean, even from India, Telugu, Tamil, Malayalam, Telugu, Tamil, Kannada, all these language films got dubbed to Malayalam and was streaming in OTT, including Hollywood film. A normal housewife from a B town in Kerala, and I say B town, lesser populated town. Populated, yeah. So even they have got exposed to, it's a single TV home, right? So when son or daughter is watching a film, and if it's in Malayalam, obviously the mother tends to look on TV, and she has started memorizing the names of Hollywood actors like Tom Cruise and so that was very quick. Actually, my grandmother now actually wants to watch Hollywood movies. You won't believe, she had no idea what was going on in Hollywood cinema 3 years back. Exactly. എന്റെ അമ്മ, എടാ ഇതാ ടൈറ്റാനിക് ഹീറോയുടെ പടമല്ലേടാ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറി. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനില്, ആൻഡ് ദ യൂത്ത് അവരുടെ ഒരു മാനറിസം, സ്വഭാവം, അവർ സംസാരിക്കുന്ന ഭാഷ, അവർ കാണുന്ന സിനിമകളുടെ ജോണർ, ഇതെല്ലാം മാറിയ ഒരു കാലഘട്ടം ആയപ്പോൾ ആ 2019 എഴുതിയ സ്ക്രിപ്റ്റ് ഞങ്ങൾക്ക് വർക്കല്ല എന്ന് തോന്നുകയും വേറൊരു ജോണറിലേക്ക് ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ബിൽഡ് ചെയ്തൊരു കോൺസെപ്റ്റ് ആണ്. പക്ഷെ ആടിന്റെ ലാളിത്യത്തിന് ഞങ്ങൾ പോയിട്ടില്ല. ആടൊരു വളരെ ചെറിയ കോൺസെപ്റ്റ് ആണ് എന്ന് വെച്ചാൽ, ആ ലോകത്തിൽ ആദ്യം ഒരു നീലക്കൊടുവേലിക്ക് പുറകെ അവർ പോകുന്നു, പിന്നെ ഒരു കമ്മട്ടത്തിന് പുറകെ അവർ പോകുന്നു. അപ്പൊ അതാണ് ആടിന്റെ ഒരു കോൺസെപ്റ്റ്. അപ്പം ഇവിടെയും ഒരു ഒരു വസ്തുവിന്റെ പുറകെ തന്നെയാണ് ഇവർ പോകുന്നത്. ആ വസ്തുവിന്റെ ഒരു ഹിസ്റ്ററി നമ്മൾ പറയുന്നുണ്ട്. ആ വസ്തു എന്താണെന്നും അതുകൊണ്ട് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതും അതാണ് അതിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇത് പറയാം. ആ ഫ്ലാഷ് ബാക്ക് ചിന്തിച്ചപ്പോൾ യുണീക്ക് ആയിട്ട് ഞങ്ങൾക്ക് തോന്നിയ ഒരു കോൺസെപ്റ്റ് ആണ്. പണ്ടും നമ്മളെ പോലെയൊക്കെ ആളുകൾ, ദുർഗയെ പോലെയൊക്കെ പണ്ട്
വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 500 വർഷം മുമ്പ് ദുർഗയെ പോലെ വേറൊരു ദുർഗ ജീവിച്ചിരുന്നെങ്കിലോ, ഇപ്പൊ എന്നെ പോലെ വേറൊരാള് ജീവിച്ചിരുന്നെങ്കിലോ, Okay. ഇല്ലേ? അപ്പം അതാണ് ആ ആ, ട്രെയിലറിന്റെ പുറകിലെ ഒരു ഇതല്ലേ? ആ It അപ്പം consists so ഞങ്ങൾ many people. ആ അപ്പൊ ഞങ്ങൾ ഇതിന്റെ തലയിൽ ഉദിച്ച ഒരു ആശയമാണ്. ചിലപ്പോ ഇവര് തന്നെ ആണെങ്കിലോ അന്ന് ഉണ്ടായിരുന്നവർ, അതിന്റെ ഒരു ഡെസ്റ്റിനി ആണെങ്കിലോ ഇത് ഇവരുടെ കയ്യിൽ വന്നു ചേരുന്നത്, അങ്ങനെയൊക്കെ ചിന്തിച്ചപ്പോൾ അതൊരു ക്രേസി തോട്ടാണെന്നും പക്ഷേ Yes. അതിന്റെ മാഗ്നിറ്റ്യൂഡ് അത്രയും വലുതാവുമെന്നും ഒക്കെ ഇറ്റ് വാസ് എ കോൺഷ്യസ് ഡിസിഷൻ. യാ, സോ ഐ ആം എ പേഴ്സൺ ഹു ലൈക്ക് ക്രിയേറ്റീവ് ഐഡിയാസ്. സോ ദ ഫസ്റ്റ് the first thing which hooks me up is the script or the story or the unique idea. ആ സമയത്ത് ഞാൻ ബഡ്ജറ്റിനെ കുറിച്ച് ചിന്തിക്കാറില്ല. പക്ഷെ Right. പിന്നെ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആണെന്നും ചിന്തിക്കേണ്ടി വരുന്നുണ്ടല്ലേ? വന്നു 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 ഇങ്ങനൊരു കോൺസെപ്റ്റിന് ഇത്രയും ബഡ്ജറ്റ് വേണ്ടി വരും. പക്ഷെ ഞാൻ മിഥുനോട് ചോദിച്ചു, മിഥുൻ, ആടിന് നമുക്കൊരു ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലേ? നമ്മളൊരു ഹ്യൂമർ ജോണർ അല്ലേ? ആളുകൾ നമ്മൾ ചെറിയ ചെറിയ കുറ്റങ്ങൾ അല്ലെങ്കിൽ പെർഫെക്ഷൻ 17-ാം നൂറ്റാണ്ട് കാണിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കൃത്യമായിട്ട് കാണിക്കണം എന്നുണ്ടോ? നമുക്ക് ആ ക്രിയേറ്റീവ് ഫ്രീഡം ഇല്ലേ? മിഥുൻ പറഞ്ഞു, ഉണ്ടാവാൻ ചേട്ടാ, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് ചിലപ്പോൾ വർക്കാവണമെന്നില്ല. അപ്പം You never അത് know. You യു never നെവർ know. നോ. യാ, ദേ മേ നോട്ട്. ആ ഒരു നമ്മൾ 2017-ലോ 18-ലോ, ബിക്കോസ് അന്ന് 5 വയസ്സുണ്ട്, 2015 5 വയസ്സുണ്ടായിരുന്ന കുട്ടിക്ക് ഇന്ന് 15 വയസ്സ് 16 വയസ്സാണ്. അപ്പം അവർക്ക് ആടിന്റെ ആ ക്രേസി തോട്ട് അന്നത്തെ ഇത് മനസ്സിലാവണമെന്നില്ല. അപ്പൊ ഇന്നത്തെ അതെ അതെ. അപ്പം ദാറ്റ്സ് വെൻ വി ഡിസൈഡഡ് ഓക്കെ ദെൻ വിൽ നോട്ട് ലീവ് ദ ഫ്ലേവർ, ഹ്യൂമർ എന്നുള്ള ഫ്ലേവർ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള ഒരു ജോണർ ഷിഫ്റ്റ് നടത്താം എന്നുള്ള ഒരു കോൺഷ്യസ് ഡിസിഷൻ എടുക്കുകയും അത് ഒരു ഹ്യൂജ് റിസ്ക് ആയി മാറുകയും ഇപ്പൊ ഇവിടെ റിലീസിന് 3 ദിവസം എത്തി നിൽക്കുമ്പോൾ ഐ ഡോണ്ട് നോ വാട്ട് ടു സേ, ഐ എം ജസ്റ്റ് കീപ്പിംഗ് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ്. Wonderful, wonderful. And it's happening on May 19th, അല്ലേ? March 19. Sorry, March 19th. I'm sorry. Yes, should definitely keep note of that. Friday Film House has always been experimenting with genres like this. Especially, I think 2013-ലാണെന്ന് തോന്നുന്നു നമ്മുടെ Phillips and the Monkey Pen release ആയത്. And I was in 8th grade when I watched that movie. And I'm telling you, it really worked. It really worked. It got into this fantasy. അങ്ങനെ ഒരു മങ്കി പെൻ തപ്പിപ്പോയാലെന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു പോയിന്റിലോട്ട് പോയി. And the fact that Friday Film House has always managed to make films that are close to our hearts. അത് കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ ജൂണിലോട്ട് പോയി. And June, as a girl who was growing up, ആ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് it was so beautiful just to understand Yeah, that. I made films according to your genre, according to your age. Yeah, Yeah. I'm sure നമ്മുടെ you. കൂടെ വളർന്ന പടങ്ങളായിരുന്നു full. I'm sure you like Adigapera Kutamani also അടിക at that ഓ time. യെസ്, ഈവൻ നൗ ഐ തിങ്ക് ഇറ്റ്സ് സ്റ്റേപ്പിൾ. നമുക്ക് ബോർ അടിക്കുമ്പോൾ നമ്മൾ ഇപ്പോഴും യൂട്യൂബിലൊക്കെ വെച്ച് കാണുന്ന സിനിമ സോ ഫാർ അവേ ഫ്രം ഹോം യു ഷുഡ് റിമെമ്പർ. എന്നിട്ട് നമ്മൾ ഈ പടം വെച്ച് കണ്ട് ചിരിക്കുക എന്ന് പറയുമ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് അത് എന്തോരം ഒരു മാഗ്നിറ്റ്യൂഡ് അതിന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. I know. Yes. And now, because we're almost I had so many questions planned and you answered all of that. So I just want to directly go into the rapid fire round. So ഇത് ഭയങ്കര ക്വിക്ക് ആയിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് ക്വിക്ക് സാധനങ്ങളാണ്. So I just get started with it, okay? അപ്പം one actor from the cast who breaks character and laughs the most. From the Ard cast, From the art cast. who I love the most, Yeah. PP Shashi. PP Shashi, really? What is the major reason? See, one is I love that human who's playing that character, which is Yes. Indrix. Secondly, he's given such a sweet caricature to that character. അത് മണിയാശാന്റെ ഒരു വേർഷനാണ്, മണിയാശാനെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു വേർഷനാണ്. പക്ഷേ ആരെയും ദ്രോഹിക്കാതെ, എന്നാൽ അതിന്റെ ഇറ്റ്സ് എ വെരി തിൻ ലൈൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണ്. I think your അതിനെ entire character line is very thin, no? മണിയാശാൻ പോലും വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിനെ മോശമാക്കാതെ നല്ല സ്വീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പിന്നെ അതിലുപരി എനിക്കും ശശി ആശാനുമാണ് കോമ്പിനേഷൻസ് ഉള്ളത്. അപ്പം അതെ അതെ. ഞങ്ങൾക്ക് ഒരുപാട് കോമ്പിനേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പുള്ളിയുടെ കൗണ്ടറും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അപ്പ ഇംപ്രോംപ്റ്റു ആയിട്ട് ചെയ്യുന്ന കുറെ കാര്യങ്ങളുണ്ട്. സോ ദാറ്റ് ഇസ് മൈ ഫേവറേറ്റ് ക്യാരക്ടർ. Definitely. I mean, I think in Aadu 2, we really enjoyed your combinations. മറ്റേ താങ്ക് യു. അത് ഞാൻ ഈ 3-ലും കൂടെ കാണുമ്പോൾ പിന്നെ അത് പിന്നെ കറക്റ്റ് ആവും. So my second question is, one thing about Sarvaj Shamir that Vijay Babu wishes he had in real life. ബുദ്ധി ഭയങ്കര ബുദ്ധിയാ.
ഉയ്യോ ആളെന്ത് ഷാർപ്പാണല്ലേ, നോ നോൺസെൻസ് ആണ്. പിന്നെ ഭയങ്കര ഒന്നും ഷാർപ്പാണ്. നോക്കാനില്ല. Makes sense, yes. Now one reason fans should not miss the film in theaters. The visual magic and the Visual music. magic. Wonderful. I mean, yeah, music is definitely important. അപ്പൊ പക്ഷെ അത് ഞാൻ കണ്ടു കഴിയുമ്പോൾ തന്നെ I think I'll be the first to go give in the review. Absolutely yes. If you have to describe Aard 3 in 3 words. Fun, fun, fantasy, humor. Fun, fantasy, humor. And fantasy has been throughout the franchise as well. Yeah, throughout this, I mean, it's a genre shift for us. Obviously, 1 and 2 is not a fantasy; it's just a comedy film. From there, we are shifting to the fun and epic fantasy genre, which we shall continue in part 2 also. Got it, perfect. And then this one very question that it just keeps going away in my head. Every Aard movie that has been there, I think there's രണ്ട് സിനിമയിലും നമുക്ക് fashion wise there's been a huge breakthrough. So is there something that we can expect for this one too? In terms of the see, ഓരോ ക്യാരക്ടേഴ്സിനും ഒരു സ്കെച്ച് ഉണ്ട്. ആ സ്കെച്ചിൽ നിന്നാണ് ഇപ്പം പലരും നമ്മളോട് ഇതിന്റെ തുടക്കത്തിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ക്യാരക്ടേഴ്സ് അവരെ ക്യാരക്ടറായി വരുന്ന കുറച്ച് വീഡിയോസ് ഇട്ടപ്പോൾ പലരും നമ്മൾ ചോദിച്ചു, ഇവർക്കൊന്നും ഒരു മാറ്റവും ഇല്ലല്ലോ, 10 വർഷത്തിന് ശേഷവും ഇവരെല്ലാം അതുപോലെ ഇരിക്കുന്നല്ലോ എന്ന് പറയുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സ്റ്റെഫി സേവിയർ ആണ്. ബിക്കോസ് Okay. നമ്മളെല്ലാം ഇപ്പൊ പാപ്പൻ ആ മീശ വെച്ചിട്ട് അങ്ങനെ ഒരു കോസ്റ്റ്യൂം ഇട്ട് വരുമ്പോഴാണ് പാപ്പനാവുന്നത്. അബു ആ Yes. തൊപ്പി വെച്ച് ആ കളർ ലുങ്കിയും എടുത്ത് ആ മാലയും ഇട്ട് വരുമ്പോ അബു ആവുന്നു അല്ലേ? ഞാൻ ആ Yes, പോലീസ് yes. വേഷത്തിൽ ആ വരച്ച മീശ വെച്ച് വരുമ്പോ ഞാനാവുന്നു അല്ലേ? അപ്പം Yes. കോസ്റ്റ്യൂംസില് ഈ ക്യാരക്ടേഴ്സിനെ അവരാക്കുന്നതിൽ, പാപ്പനാക്കുന്നതിലും അബുവിനെ അബു ആക്കുന്നതിലും കോസ്റ്റ്യൂം ഹാസ് പ്ലേഡ് എ വെരി ബിഗ് റോൾ. അപ്പൊ അതിനെ നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിപ്പോ ഒരുപാട് ചേഞ്ചസ് അതിൽ വരുത്താനായിട്ട് സ്റ്റെഫിക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ശശി ആശാനെ ഫാഷനിൽ കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. അതെ അതെ, ഷമീനെ അത് പിന്നെ ഒരു വെള്ളയും അപ്പൊ വെള്ളയും അതിന് തന്നെ പോയേ പറ്റുള്ളൂ. പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ ഡൂഡിന്റെ ചുമന്ന കോട്ട് മാറ്റാൻ പറ്റില്ല, അതാണ് ഡൂഡ്. Yeah. അപ്പൊ പ്ലേ പക്ഷെ ഷാജി അറൗണ്ട് ചെയ്യാൻ പാപ്പന്റെ പറ്റുന്ന മുണ്ടിന് അത്യാവശ്യം നല്ല ചേഞ്ച് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റുന്ന 2 ക്യാരക്ടേഴ്സ് സാത്താൻ സേവിയറും അറക്കൽ അബുവാണ്. അറക്കൽ അബുവിന് ചെറിയ Yes. ചേഞ്ചസ് ആ മുണ്ടിൽ കൊണ്ടുവരാം. സാത്താൻ സേവിയർ ഒരു എസ്റ്റേറ്റ് മുതലാളിയും റിച്ചും ഒക്കെ ആയതുകൊണ്ട് നമുക്ക് എന്ത് വേണേ. പക്ഷേ വാട്ട് സ്റ്റെഫി ഗോട്ട് വാസ് ദ പാസ്റ്റ്. അപ്പം 17 AD നമുക്ക് ഈ രാജാവിനെയും അല്ലെങ്കിൽ പ്രജകളെയും അല്ലെങ്കിൽ നമുക്കെല്ലാം ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ ഷീ ഹാഡ് എ ബോൾ ഓഫ് എ ടൈം ക്രിയേറ്റിംഗ് ഫാഷൻ ഫോർ ദ പാസ്റ്റ്. അപ്പം ഞാൻ സ്റ്റെഫിയോട് ചോദിച്ചു, അവർ അതായത് 2 മണിക്കൂറൊക്കെയാണ് ഈ ജയസൂര്യനെ ആ ക്യാരക്ടർ ആക്കാനായിട്ട് ഡ്രസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്രൊഡ്യൂസർ തമ്മിൽ ഉള്ളില് ഇത് അത്രയും അത്. ഞാൻ ചോദിച്ചു, ഈ പഴയ കാലത്തെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെയാണോ ചെയ്യാറ്? രാവിലെ എന്നിട്ട് ബ്രഷ് ചെയ്തിട്ട് ഇങ്ങനെ പോയിട്ട് ഈ കവചവും കുണ്ടലവും ഈ പടച്ചട്ടയും ഇതൊക്കെ ഇങ്ങനെ ഇറങ്ങി എന്നിട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഇവര് അന്ന് എ സിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, എന്തായാലും നല്ല ചൂടായിരിക്കും അല്ലേ? എന്ത് ചൂടായിരിക്കും അല്ലേ? അപ്പൊ അപ്പൊ സ്റ്റെഫി പറഞ്ഞ, അല്ല സാർ അത് പിന്നെ ഒരു ഗുമ്മിന് ഇതൊക്കെ ആവശ്യമല്ലേ എന്നല്ലേ? Definitely. So just one last question for you. അപ്പൊ നമ്മുടെ കാനഡയിൽ ഒരുപാട് മലയാളികൾ, they are really looking forward to our release. They're really out there just waiting for our movie to drop in theaters. So what is this one message that you want to tell them? സോ എല്ലാ സിനിമകളും കഷ്ടപ്പെട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നതെങ്കിലും ആടിൽ നമ്മൾ ഒരുപാട് ഹാർഡ്ഷിപ്സ് ഫേസ് ചെയ്തിട്ടുണ്ട്. ഐ മീൻ മഴയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സിനിമയുടെ മേക്കിംഗ് ടൈമിൽ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് സ്വാഭാവികം എന്ന് പറയാം. ഈ സിനിമ മാർച്ച് 19 വരും എന്ന് ഞങ്ങൾ അനൗൺസ് ചെയ്തു. അതിനുശേഷമാണ് ഇപ്പോ ലോകത്തിൽ നടക്കുന്ന ഈ സംഭവവികാസങ്ങൾ ഉണ്ടായത്. We were really doubtful, but ഓഡിയൻസ്, അതായത് ഞങ്ങളെ ആടിനെ സ്നേഹിക്കുന്ന ഓഡിയൻസ് ഇത് 19 തന്നെ വരണം എന്നൊരു സൈഡില്, രണ്ടാമത്തെ സൈഡില് ഇവിടുത്തെ തിയേറ്റർ വ്യവസായം അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രി വളരെ വളരെ ഒരു മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ജനുവരി തൊട്ടിട്ട് തിയേറ്ററുകളൊക്കെ അടച്ചിടേണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് അവരുടെ പ്രഷർ, എന്നാൽ മിഡിൽ ഈസ്റ്റ് ഞങ്ങളുടെ വലിയൊരു മാർക്കറ്റാണ്.
വലിയൊരു ഫാൻ ഫോളോയിങ് ഉള്ള ഒരു മാർക്കറ്റ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അത്യാവശ്യം റവന്യൂ വരുന്ന ഒരു മാർക്കറ്റാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു യുദ്ധസമാനമായ ഒരു അന്തരീക്ഷത്തിൽ ഇത് ഇറക്കണോ വേണം. അപ്പം ഇതെല്ലാം കൂടെ അതിന്റെ പ്രോസും കോൺസും ബേ ചെയ്തിട്ട് ഞങ്ങൾ ഒരു കളക്റ്റീവ് ഡിസിഷൻ എടുക്കാനുണ്ടായത് ഈ സിനിമ 19 തന്നെ ഇറക്കാമെന്ന്. അപ്പോ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങളാൽ കഴിയുന്ന വിധം ഒരു വിഷ്വൽ മാജിക് വിത്തൗട്ട് ലൂസിങ് ദ ഫ്ലേവർ ഓഫ് ദ ഫിലിം ഹ്യൂമർ, അത് കളയാതെ തന്നെ ഞങ്ങളൊരു വിഷ്വൽ മാജിക് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കൊച്ചൊരു കഥയാണ്, എന്ന മാഗ്നിറ്റ്യൂഡ് വലുതാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ആട് 3യുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവാൻ ഞങ്ങൾക്കൊരു പ്രചോദനം എന്താണ്. Absolutely. Thank you so much, sir, for joining us. I know you're having a lot of trouble speaking. അപ്പോൾ ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഒരുപാട് നന്ദി for joining us today. And yes, we will definitely go to the theaters and watch. I'm sure everybody who's watching this interview right now is already booking their tickets. So we'll definitely do that. And താങ്ക് യു ദുർഗ. അപ്പൊ നമ്മൾ പറഞ്ഞ പോലെ ഇത് വളരെ ഒരു സക്സസ് ആവട്ടെ. ദുർഗ നാട്ടിലേക്ക് എത്തി ഇതിന്റെ സക്സസ് ഷോ ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാവട്ടെ. Thank you so much.